വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ്. ഈ ആഗ്രഹങ്ങളൊക്കെയും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാൻ പോലും മനുഷ്യർ തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണിത്, അല്ലേ? അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ, മോഹങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തി ചിട്ടയായ ജീവിത രീതിയിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്ന സദുദ്ദേശ്യമാണ് ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് വ്രതങ്ങൾ നോക്കാറുണ്ട്. ഏകാദശി വ്രതം, ഷഷ്ഠി വ്രതം, പ്രദോക്ഷ വ്രതം, അങ്ങനെ ധാരാളം വ്രതങ്ങളും കൂടാതെ ദിവസവ്രതങ്ങളും നമ്മൾ എടുക്കാറുണ്ട്. ആഴ്ചയിലെ 7 ദിവസത്തിൽ എടുക്കുന്ന വ്രതങ്ങളും ഓരോ ദേവതകൾക്കും സമർപ്പിതമാണ്. ഇതിൽ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവിന്റെ പ്രീതിക്കായി നമ്മൾ അനുഷ്ഠിക്കുന്ന വ്യാഴാഴ്ച വ്രതം സർവ്വ ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരിക. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ, ഗുരുവായൂരപ്പന്റെ, വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമാണ് ഈ ഒരൊറ്റ വ്യാഴാഴ്ച വ്രതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വ്യാഴാഴ്ച വ്രതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഇനി ഒരു സംശയത്തിന് ഇടയില്ലാത്തവണ്ണം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടുവരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ. ദിവസവ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വ്യാഴാഴ്ച വ്രതം. വ്യാഴത്തിന്റെ അതിദേവതയായ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നമുക്ക് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്നതാണ്. അതുകൂടാതെ വ്യാഴഗ്രഹത്തിന്റെ പ്രീതി നേടുവാനും ഉത്തമമാണ് വ്യാഴാഴ്ച വ്രതം. ദേവന്മാരുടെ ഗുരു എന്ന നിലയിലും വ്യാഴം, അതായത് ബൃഹസ്പതി, അറിയപ്പെടുന്നു. വ്യാഴപ്രീതി ഉണ്ടായാൽ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. വ്യാഴം പിഴച്ചാൽ സർവവും പിഴച്ചു എന്ന ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരാളുടെ ജാതകത്തിലെ ഭാഗ്യം, ദൈവാധീനം, അനുഭവ യോഗങ്ങൾ, ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള അവസ്ഥ മുതലായവയെല്ലാം വ്യാഴത്തെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മറ്റെല്ലാ ഗ്രഹസ്ഥിതികളും അനുകൂലമാണെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി ദോഷമാണെങ്കിൽ അനുഭവ ഗുണം നന്നേ കുറയും. അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. വ്യാഴം അനിഷ്ട സ്ഥാനത്തിൽ നിൽക്കുന്നത് മൂലം ഒരാളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാമ്പത്തിക അധപ്പതനം എന്നുള്ളത്. ഈ സമയം നമുക്ക് ചിട്ടയോടുകൂടിയുള്ള ഈശ്വര ഭജനം കൊണ്ടും വ്യാഴാഴ്ച തോറും അനുഷ്ഠിക്കുന്ന വ്രതം കൊണ്ടും വ്യാഴപ്രീതി നേടാവുന്നതാണ്. ഇതിലൂടെ സാമ്പത്തികമായി ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും. വ്യാഴം പ്രസന്നനായാൽ താൻ മൂലമുള്ള ദോഷങ്ങൾക്ക് വ്യാഴ ഭഗവാൻ തന്നെ പ്രതിവിധി കാണിച്ചു തരുമെന്നാണ് വിശ്വാസം. 12 അല്ലെങ്കിൽ 16 വ്യാഴാഴ്ചകൾ മുടക്കം കൂടാതെ തുടർച്ചയായി അനുഷ്ഠിക്കണമെന്നാണ് പ്രതിവിധി. ഈ 16 വ്യാഴാഴ്ച എന്നത് മാസത്തിലെ ഒരു വ്യാഴാഴ്ചയായിട്ടോ തുടർച്ചയായി എല്ലാ വ്യാഴാഴ്ച എന്ന കണക്കിലോ അനുഷ്ഠിക്കാവുന്നതാണ്. അത് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, എല്ലാവർക്കും അടുപ്പിച്ച് 12, 16 വ്യാഴാഴ്ചകൾ നോൽക്കാൻ കഴിയില്ല. പ്രായമായ അമ്മമാർക്കൊക്കെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാവുന്നതാണ്. വിദ്യാ തടസ്സത്തിനും സന്താന സൗഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് അത്യുത്തമമാണ്. സന്താന ഗോപാല മൂർത്തിയാണ് സാക്ഷാൽ നമ്മുടെ ഭഗവാൻ ശ്രീഹരി വിഷ്ണു. അതുകൊണ്ട് തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സൽസന്താനങ്ങളെ ലഭിക്കുന്നതിനും മക്കളുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യം നിറയുന്നതിനും അമ്മമാർക്ക് നോൽക്കാവുന്ന ഏറ്റവും കേമമായ വ്രതമാണ് ഈ വ്യാഴാഴ്ച വ്രതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചിട്ടയോടുകൂടി സർവ്വ ഐശ്വര്യത്തിനായി ഈ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. ഏത് വ്രതത്തിനും അനുഷ്ഠിക്കേണ്ട, പാലിക്കേണ്ട മനഃശുദ്ധി, ശരീരശുദ്ധി എന്നിവ തീർച്ചയായും വ്യാഴാഴ്ച വ്രതത്തിനും അത്യാവശ്യമായി നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. തലേ ദിവസം, അതായത് ബുധനാഴ്ച വൈകിട്ട് മുതൽ തന്നെ ഭക്ഷണശുദ്ധി, ശരീരശുദ്ധി എന്നിവ പാലിക്കണം. തലേന്ന്, അതായത് ബുധനാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലും അരി ആഹാരം കഴിക്കാൻ പാടില്ല. വ്യാഴാഴ്ച ദിവസം നമുക്ക് പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ ഒരിക്കലായോ വ്രതം നോൽക്കാവുന്നതാണ്. അത് നമ്മുടെ ശരീരം, ആരോഗ്യം, നമ്മുടെ സാഹചര്യം ഒക്കെ അനുവദിക്കുന്ന വിധത്തിൽ വേണം ആ ഉപവാസം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുള്ളത്. രാത്രിയിൽ നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം എന്തെങ്കിലും കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അതായത് ആഹാര കാര്യത്തിൽ അത്രയ്ക്കൊരു കടുംപിടുത്തം വേണ്ട എന്ന് തന്നെ പറയാം. പകൽ ഉറക്കം ഒരിക്കലും പാടില്ല. അന്നേ ദിവസം അതിരാവിലെ എഴുന്നേൽക്കുക, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിലായാൽ അത്രയും നല്ലതാണ്. ഇല്ലാച്ചാൽ രാവിലെ ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം കേട്ടോ. കുളിച്ച് ശുദ്ധിയായി ഒരു മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. നിലവിളക്ക് കൊളുത്തുക. ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ പഞ്ഞിത്തിരിയിട്ട ഒരു നെയ്വിളക്ക് തെളിയിച്ചു വെക്കാൻ ശ്രമിക്കുക. പഞ്ഞിത്തിരിയാണെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. അതില്ലാച്ചാൽ സാധാരണ നമ്മൾ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന തിരിയിട്ടാലും മതിയാവും. പുഷ്പങ്ങൾ അർപ്പിക്കുക. മഞ്ഞ പുഷ്പങ്ങൾ ഉൾപ്പെടുത്തിയാൽ വളരെ ഐശ്വര്യമാണ്.
മഞ്ഞപ്പൂക്കളാൽ സത്യനാരായണനായി ഭഗവാന് അർച്ചന നടത്തുന്നത് വളരെയധികം പുണ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. വിഘ്നേശ്വരനെ സ്മരിക്കുക, സ്തുതിക്കുക. തുടർന്ന് നവഗ്രഹങ്ങൾ ആദിത്യൻ, വ്യാഴം എന്നിവരെ സ്തുതിക്കുക. ഇഷ്ടദേവത, കുടുംബദേവത എന്നിവരെ സ്മരിക്കുക. തുടർന്ന് വിഷ്ണു ഭജനം നടത്തുക. ഭഗവാനോട് ഈ വ്യാഴാഴ്ച വ്രതം എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. തുടർച്ചയായി ഇത്ര വ്യാഴാഴ്ച എടുത്തേക്കാമെന്ന് മനസ്സിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഭഗവാനോട് നമ്മൾ ഉണർത്തിക്കുക. മുടക്കം വരുത്താതെ ഈ വ്യാഴാഴ്ച വ്രതം എടുക്കാൻ സാധിക്കണേ ഭഗവാനെ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങളൊക്കെയും ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ന്യായമായ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു തരാൻ അപേക്ഷിക്കാം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും കടങ്ങളിൽ നിന്നുള്ള മോചനവും പൂർണ്ണ ആരോഗ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും സൽസന്താന ഭാഗ്യത്തിനും കുട്ടികളുടെ പഠനത്തിലുള്ള മികവിനും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ തന്നെയായാലും അതെല്ലാം തന്നെ സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. സമയമുണ്ടെങ്കിൽ നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. അതിന് കഴിയാത്തവർ വിഷ്ണു അഷ്ടോത്തരം, ലക്ഷ്മി അഷ്ടോത്തരം, ഭാഗവതം, ഭഗവത്ഗീത എന്നിവ ജപിക്കുക. ഗായത്രി ജപത്തിന് ശേഷം 12 തവണ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് അത്യുത്തമമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ 108 തവണ ജപിക്കുക. അന്നേ ദിവസം കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ മന്ത്രം നമ്മുടെ നാവിൽ ഇങ്ങനെ വിളങ്ങുന്നത് വളരെ ഐശ്വര്യമാണ്. അതുപോലെ തന്നെ നെറ്റിയിൽ ചന്ദനക്കുറി അണിയുക. അന്നേ ദിവസം പൂർണ്ണമായും ആ ചന്ദനക്കുറി നമ്മുടെ നെറ്റിയിൽ ഇരിക്കുന്നത് വളരെയധികം ഐശ്വര്യമാണ്. അതുകൊണ്ട് അതൊന്ന് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവരെന്നല്ല, ഉറപ്പായിട്ടും ക്ഷേത്രത്തിൽ അന്നേ ദിവസം മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നിങ്ങൾ പോയി ഇരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ കഴിക്കാവുന്നതാണ്. പാൽപായസം, ഭാഗ്യസൂക്തം, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുക, അർച്ചനകൾ ചെയ്യുക. ഭഗവാന്റെ ഇഷ്ട വഴിപാടായ തൃക്കൈ വെണ്ണ അന്നേ ദിവസം നടത്തുന്നത് വളരെ ഐശ്വര്യമാണ്. ഇനി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴത്തിന് മഞ്ഞ പൂക്കൾ കൊണ്ട് ശ്രീ മഹാവിഷ്ണുവിന് അർച്ചന നടത്തുന്നതും സർവ്വ ഐശ്വര്യമാണ്. അതുപോലെ രോഹിണി, അത്തം, തിരുവാതിര നക്ഷത്രക്കാർ, പ്രത്യേകിച്ചും മഹാവിഷ്ണുവിന്റെ കടാക്ഷമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇവർ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് ഏറെ ഗുണകരമാണ്. വ്യാഴാഴ്ച നാളിൽ ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിക്കുന്നതും നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇതിനായി നമുക്ക് വടമാല, വെറ്റിലമാല, അവൽ നിവേദ്യം എന്നിവ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇനി നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന് പാൽപായസം തയ്യാറാക്കി നിവേദിക്കാവുന്നതാണ്. അന്നേ ദിവസം പാൽപായസം തയ്യാറാക്കി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ അർഹതപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്, ഐശ്വര്യമാണ് ഈ വ്യാഴാഴ്ച വ്രതം നോൽക്കുന്ന ദിവസങ്ങളിൽ. വ്യാഴം അനുകൂലമല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സങ്ങൾ നന്നായിട്ട് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ദോഷശാന്തിക്കായി ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അല്ലെങ്കിൽ അമ്മമാർക്ക് നോൽക്കാവുന്നതാണ്. പ്രായഭേദമന്യേ ആർക്കും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കേട്ടോ. തുടർച്ചയായി നിശ്ചിത വ്യാഴാഴ്ചകൾ, അതായത് നമ്മൾ പറഞ്ഞു 12 വ്യാഴാഴ്ചയോ 16 വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് കഴിയുന്നത്ര വ്യാഴാഴ്ച അടുപ്പിച്ച് വ്രതം അനുഷ്ഠിച്ച ശേഷം വ്രതസമാപ്തി വരുത്തുന്ന ആ ഒരു വ്യാഴ ദിവസമുണ്ടല്ലോ, ആ ദിവസം വിഷ്ണു പൂജ, വ്യാഴ പൂജ എന്നിവ നടത്തുകയും അന്നേ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വസ്ത്രദാനം, പാൽപായസം തയ്യാറാക്കി ദാനം ചെയ്യുക എന്നിവയൊക്കെ ആ വ്രതസമാപ്തി ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ്. തികച്ചും സാത്വികമായ മനോഭാവത്തോടുകൂടി വേണം വ്യാഴാഴ്ച വ്രതം നമ്മൾ അനുഷ്ഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു വ്രതത്തോടുകൂടി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും ബൃഹസ്പതിയുടെയും അനുഗ്രഹത്തിലൂടെ സാമ്പത്തിക ഉന്നമനം, ഭാഗ്യവർദ്ധന, സന്താനങ്ങൾക്ക് ഉയർച്ച, സൽസന്താന ഭാഗ്യം, സാമ്പത്തിക ദുരിതങ്ങളെല്ലാം മാറുക എന്നിവയാണ് ജീവിതത്തിൽ ഉടനീളം നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ. അങ്ങനെ മഹാവിഷ്ണുവിന്, ഗുരുവായൂരപ്പന്, ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയങ്കരമായ ഈ വ്യാഴാഴ്ച വ്രതം നോൽക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.